തിരുവനന്തപുരം അമ്പൂരിയിലെ ജനവാസ മേഖലയിൽ എത്തിയ പുലിയെ പിടികൂടി. കാരിക്കുഴി സ്വദേശി ഷൈജുവിന്റെ പുരയിടത്തിലായിരുന്നു പുലിയെ കണ്ടത്. മയക്ക് വെടിവെക്കുന്നതിനിടെ പുലി രക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് പിടികൂടാൻ സാധിച്ചത്. ഹരികൃഷ്ണൻ നൽകും വിവരങ്ങൾ. ഹരി, മണിക്കൂറുകൾ നീണ്ട ആശങ്ക, അനിശ്ചിതത്വം പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഇപ്പോൾ ഒഴിയുമ്പോൾ അവിടെ പ്രദേശവാസികൾക്കൊക്കെ വലിയ ആശ്വാസമാണ് ഉണ്ടാകുന്നത്. പുലി ഇപ്പോൾ മാറ്റാൻ സാധിച്ചോ ആ പ്രദേശത്ത് നിന്നും? വലിയ ആശങ്കയുണ്ടായിരുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമമായിരുന്നു വനംവകുപ്പിന്. ഇപ്പോൾ പുലിയെ പിടികൂടിയിട്ടുണ്ട്. ആ പരിസരത്ത് നിന്ന് ആദ്യം കണ്ട സ്ഥലത്ത് നിന്ന് ഈ ഷൈജുവിന്റെ പുരയിടത്തിലാണ് ആദ്യം പുലിയെ കാണുന്നത്. അവിടെ കാട്ടുവള്ളിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു പുലി അവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് റബ്ബർ വെട്ടാൻ എത്തിയവരാണ് ഈ പുലിയെ കാണുന്നതും അവിടെ നിന്ന് നിലവിളിച്ച് നാട്ടുകാരെയൊക്കെ വിളിച്ചു. അതിനുശേഷം വനംവകുപ്പിലെ ആളുകളെത്തി, പോലീസൊക്കെ എത്തി അതിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആദ്യം ആരംഭിച്ചു. അപ്പോൾ ആ മയക്കുവെടി വെക്കാൻ ഡോക്ടർ അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയാണ് മയക്കുവെടി വെച്ചത്. ആദ്യം ഒരു മയക്കുവെടി വെച്ചു. അതിനുശേഷം പുലി അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് താഴേക്കുള്ള സ്ഥലത്തേക്ക് പുലി മാറി. അതിന് കുറച്ച് സമയത്ത് വലിയ ആശങ്ക, പരിഭ്രാന്തി ഉണ്ടായിരുന്നു. കാരണം അത് ജനവാസ മേഖലയായിരുന്നു. പിന്നെ തിരച്ചിലിനൊടുവിൽ മയക്കുവെടി കൊണ്ടതുകൊണ്ടായിരിക്കണം അധിക ദൂരം പുലിക്ക് പോകാൻ കഴിഞ്ഞില്ല. തിരച്ചിലിനൊടുവിൽ ഒരു താഴ്ന്ന പ്രദേശത്ത് പുലിയെ കണ്ടു. അവിടെ നിന്നാണ് പുലിയെ ഇപ്പോൾ വനംവകുപ്പ് പിടികൂടിയിരിക്കുന്നത്. വനംവകുപ്പ് പുലിയെ പിടികൂടി വലയിലാക്കി ഇപ്പോൾ അതിനെ നെയ്യാർ ഡാമിലെ വന്യജീവി സങ്കേതത്തിന്റെ ആ പരിസരത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് വിവരം. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ഭീതി പരത്തിയ പുലിയെ എന്തായാലും പിടികൂടാൻ കഴിഞ്ഞു എന്ന ആശ്വാസ വാർത്തയാണ് അവിടെ നിന്നും വരുന്നത്.